കുറച്ച് നേരം എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ മെസ്സേജ് ഒരു പ്രൊഫറ്റിക് വേർഡായിട്ട് കയറി വരും. അന്നേരം പിന്നെ നമുക്ക് ഇതിൻ്റെ ചരിത്രം പറയാനോ കഥ പറയാനോ ഒന്നും പറ്റുകയില്ല. പ്രൈസ് ലോർഡ്. ഇപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അന്നു തന്നെ അവരിൽ 2 പേര് യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ. അപ്പോ ആദ്യം നമുക്ക് നോക്കാം ആരാണ് ഈ 2 പേർ. പൊതുവെ നമ്മൾ പറയുന്ന, പൊതുവെ നമ്മൾ പരാമർശിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, കർത്താവിൻ്റെ ശിഷ്യന്മാർ 2 പേര് ജെറുസലേമിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. പക്ഷേ നമ്മൾ ഈ ശിഷ്യന്മാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ചിന്തയിൽ 2 പുരുഷ കഥാപാത്രങ്ങളാണ്. കാരണം 12 അപ്പോസ്തലന്മാരിൽ സ്ത്രീകളില്ലായിരുന്നു. അപ്പൊ 2 പുരുഷന്മാരാണ്, അല്ലെങ്കിൽ 2 ശിഷ്യന്മാരാണ് എന്നാണ് നമ്മളുടെ അകത്ത് ചിന്ത. പക്ഷേ ഇത് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടവും കുടുംബവും ആണെങ്കിലും യേശു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ 2 പേരല്ലായിരുന്നു അവർ. കാരണം അപ്പോസ്തലന്മാരുടെ പേരിനകത്ത് ക്ലയോപ്പാവ് എന്നൊരു പേര് കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിൻ്റെ കൂടെ നിഴൽ പോലെ കൂടെ നിന്നെന്ന് പറഞ്ഞാൽ, ഞാനിത് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാരെ കായിലും എന്ന് വേണേ പറയാം. ഞാനത് പഠിപ്പിച്ചു വരുമ്പോൾ ചില റെഫറൻസ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഫാമിലി, അപ്പൊ നിങ്ങൾ ചോദിച്ചു പക്ഷെ കുറച്ച് നേരം കൊണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബമായിരുന്നോ? യെസ്, അതൊരു കുടുംബമായിരുന്നു. അതിൽ ഒരാളുടെ പേരെ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് ക്ലയോപ്പാവ് എന്നാണ്. അപ്പോൾ ക്ലയോപ്പാവിന്റെ കൂടെ നടക്കുന്ന, തർക്കിക്കുന്ന, വാദിക്കുന്ന, ഒന്നിച്ച് നടക്കുന്ന, ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന 2ാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ക്ലയോപ്പാവിന്റെ ഭാര്യയാണ്. അപ്പോൾ ഉടനെ നമുക്ക് കൺഫ്യൂഷനായി. അതിനെന്താണ് തെളിവ്? ക്ലയോപ്പാവിന് ഭാര്യയുണ്ടോ? ഭാര്യ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ തന്നെ ആയിരിക്കും. അതിനെന്താ തെളിവ്? വായിച്ചോ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യയും, ക്ലയോപ്പാവിന്റെ ഭാര്യയല്ല, ഭാര്യ മറിയയും, ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും, മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. അപ്പൊ ക്ലയോപ്പാവിന്റെ ഭാര്യയുടെ പേരെല്ലാരും ഒന്ന് പറഞ്ഞേ. മറിയ. അപ്പൊ ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയം, യേശുവിന്റെ അമ്മ മറിയം, മഗ്ദലക്കാരത്തി മറിയം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. വേദപുസ്തകം പറയുന്നു, യേശുവിന്റെ കുരിശിന്റെ ചുവട് വരെ ഈ സഹോദരി ഉണ്ടായിരുന്നു. അവിടെ ആരില്ല? അവിടെ ശിഷ്യന്മാരില്ല. ശിഷ്യന്മാരിൽ പലരുമില്ല. ശരിക്കും ശിഷ്യന്മാരിൽ പലരും ഒളിവിലാണ്. പേടിച്ച്, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഒളിച്ചിരിക്കുകയാണ്. പത്രോസ് തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗി കൂട്ടത്തിൽ ഓടിക്കളഞ്ഞു. യൂദ കെട്ടിഞ്ഞാന്ന് മരിച്ചു. ഹല്ലേലൂയ, ചത്തു. അപ്പൊ ഇങ്ങനെ ഒരു വലിയ അനിശ്ചിതാവസ്ഥ നിൽക്കുമ്പോൾ ഈ കൂടെ നിന്നിട്ട്, കൂടെ നടന്നിട്ട്, നമ്മൾ പറയത്തില്ലേ അവസാനം വരെ കൂടെ നിന്നു. ആര്? ശിഷ്യന്മാരോ? ശിഷ്യന്മാരില്ലായിരുന്നല്ലേ ബ്രദറെ ഞാൻ പറഞ്ഞേ? ശിഷ്യന്മാർ അവസാനം വരെ കൂടെ നിന്നോ? ഗദശമന തോട്ടത്തിൽ വെച്ച് അവരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയില്ലേ? എന്നാൽ കർത്താവിന്റെ കൂടെ അവസാനം വരെ ആ അമ്മയുടെ കൂടെ, ആ റേഞ്ചിൽ, ആ അമ്മയുടെ കൂടെ അവസാനം വരെ കുരിശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്ന ആളാണ് ക്ലയോപ്പാവിന്റെ ഭാര്യ. ഹല്ലേലൂയ. ഈ ക്ലയോപ്പാ, അപ്പൊ നിങ്ങൾ ചോദിക്കും പാസ്റ്ററെ അത്
കുടുംബമാണെന്നുള്ളതിന്റെ തെളിവ് എന്തുവാ? ഈ പോയ രണ്ടുപേര് ഫാമിലി ആണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് എന്തുവാ? വെരി സിമ്പിൾ. ഇവർ രണ്ടുപേരോടെ പോകുമ്പോൾ വഴക്കുണ്ടാക്കിക്കൊണ്ടാ പോന്നെ, ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. രണ്ടെണ്ണം കൂടെ പോകുമ്പോൾ തമ്മിൽ തർക്കിച്ചും വാദിച്ചും കൊണ്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. രണ്ട്, ഇവരുടെ വീടിനോട് അടുക്കാറായപ്പോൾ, ഇവരുടെ വീടെത്താറായപ്പോൾ, അവർക്ക് എമ്മോസിൽ ഒരു വീടുണ്ട്, ആ വീടെത്താറായപ്പോൾ അവർ യേശുവിനോട് പറയുന്നുണ്ട്, സന്ധ്യയായി, സൂര്യൻ അസ്തമിച്ചു, ഇനി രാത്രിയിൽ എങ്ങും പോകണ്ട, നീ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ പാർക്ക എന്ന് പറയണമെങ്കിൽ ദാറ്റ് ഈസ് എ ഫാമിലി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഞാൻ തുടങ്ങുകയാണ് ഇന്നത്തെ മെസ്സേജ്. ഇവർ ജെറുസലേം വിടുകയാണ്. ഇവർ എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. 7 മൈലാണ് ജെറുസലേമിൽ നിന്ന് എമ്മോസിലേക്ക്. 7 മൈൽ എന്ന് പറയുമ്പോൾ 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ ദൂരമുണ്ട് ജെറുസലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകാൻ. ഇവർ പോകുന്നതിന്റെ കാരണം ഇവർ യേശുവിനോട് പറയുന്നുണ്ട്. ക്ലെയോപ്പാവ് ഇങ്ങനെ വാടിയ മുഖത്തോടെ നിൽക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരറിയാതെ അവരോടൊപ്പം ചേർന്ന് നടക്കുകയാണ്. രണ്ടുപേരും ഇഞ്ഞ് വന്നേ, 2 കർത്തൃദാസന്മാർ ഇന്ന് റെഡിയായി നിൽക്കണം. 2 പേരും ഇവിടെ ഉണ്ടാകണം. നിങ്ങൾ വേണ്ട, എനിക്കൊരു ഫാമിലിയെ വേണം. ഇതിനകത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എനി ലീഡേഴ്സ് ഹിയർ? യു കം ഹിയർ മാം. യു കം ബോത്ത് ഓഫ് ദം കം. ക്ലെയോപ്പാവും ഭാര്യയും നടന്നു പോകുമ്പോ ബൈബിൾ പറയുന്നു, നിങ്ങൾ ഓരോ വേർഡ്, മോനെ ഈ മീഡിയയിലുള്ളവര് ആ 15ാമത്തെ വാക്യം കൊച്ചിക്കാർക്ക് വേണ്ടി ഒന്ന് പ്രൊജക്ട് ചെയ്യണം. യേശു അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. യു കം ഹിയർ ബ്രദർ, യു കം ഹിയർ, സ്റ്റാൻഡ് വിത്ത് മീ. യു സ്റ്റേ ഓവർ ദേർ, യു സ്റ്റേ ഓവർ ദേർ, സ്റ്റാൻഡ് വിത്ത് ദേർ. ഓക്കെ. യേശു വാക്ക് വിത്ത് മീ. യേശു അവരുടെ കൂടെ നടക്കുകയല്ല. സി യു വാക്ക് ദേർ. യേശു അവരുടെ കൂടെ നടക്കുകയല്ല, യേശു അവരോട് കൂടെ ചേർന്ന്. യു അണ്ടർസ്റ്റാൻഡ്? ഈ കൂടെ നടക്കുന്നതും ചേർന്ന് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂടെ നടക്കുന്നതും ചേർന്ന് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ചേർന്ന് നടക്കുന്നു. എന്നിട്ട് ചേർന്ന് നടന്നിട്ട് ക്ലെയോപ്പാവിന് പിടി കിട്ടുന്നില്ല, ആരാണ് ഈ കൂടെ നടക്കുന്നതെന്ന്. കൊച്ചിയിലുള്ള നിങ്ങളെ പോലെ തന്നെ ക്ലെയോപ്പാവിന് പിടി കിട്ടിയിട്ടില്ല, ആരാണ് ഈ കൂടെ നടക്കുന്നത്, കൂടെ നിൽക്കുന്നതെന്ന് പിടി കിട്ടിയിട്ടില്ല. പിടി കിട്ടാത്തത് കൊണ്ട് ക്ലെയോപ്പാവ് ഇങ്ങനെ വാടിയ മുഖത്തോടെ നിൽക്കുമ്പോൾ യേശു ചോദിക്കുന്നു, വാട്ട് ഹാപ്പൻ ടു യു? നിങ്ങളുടെ പ്രശ്നം എന്നാ? നിങ്ങൾ തമ്മിൽ ഈ വാദിക്കുന്ന 2 പേരും കൂടി, ഭാര്യയും ഭർത്താവും കൂടെ ഈ 7-8 കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ അടിയും വഴക്കുമായിട്ട് പോകുന്ന നിങ്ങളുടെ സബ്ജക്റ്റ് തന്നെ. ഒരു വഴക്കുണ്ടാക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണം, അറിയാമല്ലോ, പറയണ്ടല്ലോ. ഹല്ലേലൂയ. ഒരു സബ്ജക്റ്റ് ഇല്ലാതെ, ഒരു വിഷയമില്ലാതെ നമുക്ക് എന്തെങ്കിലും തർക്കം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് വേണം. ഈ ചില അവരുടെ ആശ നശിച്ചു പോയി. ഡിപ്രഷൻ വരുന്നത്, നിരാശ വരുന്നത് നമ്മുടെ പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ നാം നിരാശരായി മാറുന്നു. നീ പ്രതീക്ഷിച്ച വിവാഹം നടക്കാതെ വരുമ്പോൾ നിന്നിൽ നിരാശ ഉണ്ടാകുന്നു. നീ പ്രതീക്ഷിച്ച സൗഖ്യം നിനക്ക് ലഭിക്കാതിരിക്കുമ്പോൾ നിന്നിൽ നിരാശ ഉണ്ടാകുന്നു. ആത്മഹത്യകളുടെ പിറകിൽ നിരാശകളുണ്ട്. സൂയിസൈഡിങ് ടെൻഡൻസി ഉള്ളവർ ഈ ചർച്ചിൽ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ അകത്ത് ഡിപ്രഷനുണ്ട്, നിരാശയുണ്ട്. ആ നിരാശ അവരുടെ അകത്ത് വന്നതിന്റെ കാരണം അവരാശിച്ചതെന്തോ നടന്നിട്ടില്ല, അവർ പ്രതീക്ഷിച്ചതെന്തോ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല, അവർ പ്രതീക്ഷിച്ച ചിലത് അവരുടെ ജീവിതത്തിൽ നടന്നില്ല. ഹല്ലേലൂയ. ക്ലെയോപ്പാവിന്റെ മുഖത്തെ നിരാശയെ കുറിച്ച് ക്ലെയോപ്പ പറയുന്നു,
ഞങ്ങൾ അങ്ങനെ ആശിച്ചിരുന്നു, ഞങ്ങൾ പ്രതീക്ഷ വെച്ചിരുന്നു, പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നടന്നത്. അവൻ മരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചതല്ല. ഹല്ലേലൂയ. ഇനിയാണ് നിങ്ങളെ കൊണ്ട് 1-2 തവണ ഞാൻ എടുത്തു പറയിപ്പിച്ചതും ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന വണ്ണം ഞാൻ ഇവിടെ കാണിച്ചതുമായ ആ രംഗത്തിലേക്ക് ഞാൻ വരുന്നത്. എന്തുകൊണ്ട് യേശു അവരോട് ചേർന്ന് നടന്നു? മോനെ, ഞാൻ ഈ വാക്യങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവര് ടെലിവിഷനിൽ ചർച്ചിന് വേണ്ടിയിട്ട് ആ വാക്യങ്ങൾ നോക്കിയെടുത്ത് അത് സ്വിച്ച് ചെയ്യണം. യേശു അവരോട് ചേർന്ന് നടന്നു. എന്തിനു വേണ്ടി ചേർന്ന് നടന്നു? കൂടെ നടക്കുന്നതും ചേർന്ന് നടക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കാണിച്ചു. ഞാൻ ഈ ഭാഗത്തൂടെ നടക്കുമ്പോൾ, അവരിവിടെ നടക്കുമ്പോൾ, ഞാനും അവരുടെ കൂടെ തന്നെ നടക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു വിടവുണ്ട്. യേശു അവരുടെ കൂടെ ചേർന്ന് നടന്നു എന്ന് പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ നിരാശ അവരെ പിടിച്ചിരിക്കുമ്പോൾ, ഒരു തെറ്റായ തീരുമാനത്തിൽ അവർ നിൽക്കുമ്പോൾ, ഒരു റോങ് ഡിസിഷന്റെ മുൻപിലാണ് അവർ നിൽക്കുന്നത്. കാരണം ഉയർച്ചയുടെ പട്ടണമായ ജെറുസലേം വിട്ട് ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന്റെ ആലയം സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിലാണ്, എമ്മോസിലല്ല. ആരാധന വിട്ട് അവർ പിന്മാറ്റത്തിലേക്ക് നടക്കുകയാണ്. അവരുടെ വിശ്വാസ ജീവിതം തകർന്നിരിക്കുകയാണ്. അവർ നിരാശരാണ്. അവരുടെ മനസ്സിൽ വളരെ ഇടിവുകൾ സംഭവിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ എക്സ്പെക്ടേഷൻ ഓപ്പോസിറ്റായി സംഭവിച്ച പല ഇൻസിഡൻസുകളും അവരെ തകർത്തിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാനിവിടെ വെറുതെ നിന്ന് പ്രസംഗിക്കുകയല്ല. ഐ ആം ടച്ചിങ് യുവർ ലൈഫ് ടുഡേ മോർണിംഗ്. അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി, അവരുടെ പ്രതീക്ഷകൾക്ക് ഓപ്പോസിറ്റായി സംഭവിച്ച സംഭവങ്ങൾ അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. ഏറ്റവും വലിയ ഒരു ചലഞ്ചാണത്. സഭ കേൾക്കുന്നുണ്ടോ? ഏറ്റവും വലിയ ഒരു ചലഞ്ചാണത്. നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്ത് കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ചത് ചിലത് പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല എന്ന് വരുമ്പോൾ, നമ്മൾ ആദ്യം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ജെറുസലേം വിടുകയാണ്. ജെറുസലേം വിടുകയാണ്. എന്താണ് ജെറുസലേം? Jerusalem is the place of worship. Yes. Jerusalem is a place of God's presence. Thank you, Holy Ghost. ദൈവ സാന്നിധ്യത്തെ വിടുകയാണ്, ദൈവത്തെ വിടുകയാണ്. ആരാധനയിൽ നിന്ന് പുറകിലേക്ക് പോവുകയാണ്. പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ദൈവത്തോട് തീർക്കുകയാണ്. 120 പേർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഇരിക്കാനുള്ള കുടുംബമാണ് ഈ കുടുംബം. പരിശുദ്ധാത്മാവ് എവിടെയാ വരുന്നേ? പരിശുദ്ധാത്മാവ്, എന്റെ പൊന്ന് സിസ്റ്ററെ, വേദപുസ്തകം വായിച്ചവരേലും പറ, പരിശുദ്ധാത്മാവ് എവിടെയാ വന്നേ? ശിഷ്യന്മാർ എവിടെയാ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നേ? യേശു പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങി പോകരുത്. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്ത ഉയരത്തിലെ ശക്തിയെ നിങ്ങൾ അവിടെ സ്വീകരിക്കണം. അവ പരിശുദ്ധാത്മാവ് വരുന്നത് ജെറുസലേമിന് 12 കിലോമീറ്റർ 11 കിലോമീറ്റർ അപ്പുറത്തുള്ള എമ്മോസിലല്ല. ഇവർ വാഗ്ദത്തം കേട്ടവരാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് യേശു പറഞ്ഞ പ്രോമിസ് കേട്ട കുടുംബമാണിത്. എന്നാൽ അതെല്ലാവരും മറന്നു, വാഗ്ദത്തം എല്ലാവരും മറന്നു. അവർ അകത്ത് നിരാശ കയറി, അവരുടെ അകത്ത് ഡിപ്രഷൻ ഉണ്ടായി, അവർക്ക് ദൈവത്തോട് ചോദ്യങ്ങളായി. ഈ നിലകളിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് നടന്നു നീങ്ങുമ്പോൾ യേശു താനും അവരോട് കൂടെ. ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ മേലൊരു ദൈവിക വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്റെ ഡെസ്റ്റിനിയിലേക്ക് നിന്നെ തിരിച്ചു പിടിക്കാൻ, നിന്റെ മേലൊരു ദൈവിക വാഗ്ദത്തമുണ്ടെങ്കിൽ, നിന്റെ വാഗ്ദത്തത്തിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ന് പകൽ യേശു ഏത് വഴിയും സ്വീകരിക്കുകയാണ്.